ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു, കുറെ ആളുകൾ കണ്ടു, കുറച്ചു പേരൊക്കെ കമന്റ് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കുറച്ചു പേരൊക്കെ മോശം രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആളുകളും നല്ലത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മോശം രീതി പറഞ്ഞ ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്റെ ആഗ്രഹം ഇതിന്റെ ഫീഡ്ബാക്ക് അറിയുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. പിന്നെ വളരെ നന്നായിട്ട് തന്നെ വീഡിയോ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ നിങ്ങളെ പിടിച്ചിരുത്തുന്ന രീതിയിലൊക്കെ കഥ പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പലപ്പോഴും പാളി പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2025 വന്ന സാലി മുഹബത്ത് എന്നൊരു ഹിന്ദി പടവുമായിട്ടാണ്. തന്റെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകൊച്ച്. അവളുടെ ഭർത്താവ് കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുള്ള കാര്യം അവൾ അറിയുന്നു. ഇതറിയുന്നത് ഭർത്താവിന്റെ സുഹൃത്തുക്കളെല്ലാം അവളുടെ വീട്ടിൽ പാർട്ടിക്ക് വന്ന ദിവസമാണ്. എല്ലാവരും അവളെ കളിയാക്കി സംസാരിക്കുമ്പോൾ അവൾ അവരെയെല്ലാം വിളിച്ചിരുത്തി ഒരു കഥ പറയുന്നു. ആ കഥ വലിയൊരു ട്വിസ്റ്റിലേക്കാണ് പോകുന്നത്. ഇതൊരു റിവെഞ്ച് മൂവിയാണ്. എനിക്ക് ഈ റിവെഞ്ച് മൂവികൾ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു പ്രതികാരദാഹിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഹുക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഇൻട്രോ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. നല്ല പടമാണ്, അത്ര തന്നെ. അപ്പോൾ കഥയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തിട്ട് പോവുക. കഥ തുടങ്ങുന്നത് നായിക കവിതയും കാണിച്ചാണ്. അവളുടെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഭർത്താവും അവളും ഭർത്താവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമാണ് ആ പാർട്ടിയിലുള്ളത്. കവിത നന്നായിട്ട് പാചകം ചെയ്യും. ഭക്ഷണമൊക്കെ കഴിച്ച് അവളുടെ പാചകത്തെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന കുറച്ച് സ്ത്രീകൾ. പ്രത്യേകിച്ച് അവൾ വെച്ച ചട്നി വളരെ നന്നായിട്ടുണ്ട്, എത്ര കഴിച്ചിട്ട് മതിയാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കവിത പറയും, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചട്നി കൂടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവൾ കിച്ചണിലേക്ക് പോകുന്ന വഴിക്ക് ഭർത്താവിന്റെ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അവൾ കേൾക്കും. അവര് പറയും, നമ്മുടെ മെയിൻ ആളെവിടെ? അവന്റെ പേര് വിക്കി എന്നാണ് കേട്ടോ. വിക്കി എവിടെ? നമ്മളിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവനെ കാണാനില്ലല്ലോ, അവൻ ഏത് വഴിക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ പറയും, നമ്മളിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ശരിക്കും എൻജോയ് ചെയ്യുന്ന അവനാണ്. അവനും മറ്റേ പെണ്ണില്ലേ മാലിനിയുടെ കൂടെ ബാത്റൂമില് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വേറൊരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഭാര്യ കേട്ടിട്ട്, അതായത് കവിത കേട്ടിട്ട്, നമ്മുടെ ഭർത്താവിനെ പറ്റിയാണോ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ് അവരോടൊരു ദേഷ്യം പോലെ തോന്നുന്നു. കാരണം അവള് അവളുടെ ഭർത്താവിനെ അത്രയേറെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇവൾ അകത്ത് വന്ന് നോക്കുമ്പോൾ മാലിനി എന്ന് പറഞ്ഞ ആ പെണ്ണും കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതായത് ഒരു ഭാര്യ കാണണ്ടാത്ത രീതിയിലാണ് അവർ രണ്ടുപേരെയും കാണുന്നത്. ഇത് കവിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവൾ അത്രയേറെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ ഭർത്താവ് തനിക്ക് ആ ഒരു സ്ഥാനം തരുന്നില്ല എന്ന് അവൾ മനസ്സിലാക്കി. പക്ഷെ അവൾ പരിഭവമൊന്നും പറഞ്ഞില്ല. അവൾ വീണ്ടും ആ ചട്നിയെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ തന്നെ തിരികെ വന്നിരുന്നു. അപ്പൊ ഈ കൂടെ വന്നേക്കുന്ന പെണ്ണുങ്ങള് ഈ മാലിനിയെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ കുത്തി സംസാരിക്കുകയാണ്. അവളുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ പറയുകയാണ്. ഓ മാലിനി, നീ എത്ര സുന്ദരിയാ, നിന്റെ കൈയൊക്കെ നോക്കിക്കേ, എന്തഴകാ, നിന്നെ കെട്ടുന്നവൻ എന്നായാലും ഭാഗ്യം ചെയ്തിരിക്കണം എന്നൊക്കെ ഈ മാലിനിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊരു പെണ്ണ് പറയും, എന്തോരം സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പാത്രം തേച്ച് അവളുടെ നല്ല കൈയൊക്കെ ഒരു കോലത്തിലാകും, പിന്നെ ഒന്ന് പെറ്റും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ സൗന്ദര്യമൊക്കെ പോയി ഒരു മൂലയ്ക്കാകും. ഇങ്ങനെ ഇവര് ഡിസ്കഷൻ ചെയ്യുന്നത് കണ്ടിട്ട് കവിത ഇവരോട് ചോദിക്കും, ഒരു പെണ്ണിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സൗന്ദര്യമാണോ, അതിനാണോ നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും അവിടേക്ക് ഈ കവിതയുടെ ഭർത്താവും കൂട്ടുകാരും കയറി വരും. അപ്പൊ വിക്കിയോട് അവര് ചോദിക്കും, ഡേ വിക്കി, എന്താ നിന്റെ അഭിപ്രായം? ഇവിടെ വലിയൊരു ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടത് ആ സൗന്ദര്യമാണോ അതെയോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു കോഴിയാണല്ലോ. അവൻ പതിയെ ആ മാലിനിയുടെ അടുത്ത് വന്നിട്ട് നോക്കണ്ടാത്ത പല സ്ഥലത്തും നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് പുള്ളി പറയാണ്, സ്ത്രീകൾക്ക് സൗന്ദര്യം അത്ര വലിയ കാര്യമൊന്നുമല്ല, അത് വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ നല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ മെച്ചമായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അതായത് ഈ വിക്കിക്ക് ഒരു ഭാര്യ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും മാലിനി അവന്റെ പുറകെ നടക്കാണ്. അവര് തമ്മിൽ അഫെയറും ഉണ്ട്. ഇത് ഇവർക്കെല്ലാം അറിയാം. അവരത് സപ്പോർട്ടും ചെയ്യുന്നു. ഇവരുടെ എല്ലാം മുന്നില് ഇപ്പൊ ഒരു അപമാനപാത്രം പോലെ ഇരിക്കുകയാണ് കവിത. കവിത അങ്ങനെ ഇരുന്നിട്ട് പറയും, എനിക്ക് ഈ സമയത്ത് സുനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം ഓർമ്മ വരുന്നു. അങ്ങനെ കവിത സുനിതയുടെ കാര്യം പറയുമ്പോൾ മറ്റുള്ള പെൺകുട്ടികൾക്ക് അത് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നും. കാരണം ഒരു പെണ്ണിന്റെ കഥയല്ലേ. അവര് ചോദിക്കും, ആരാണ് സുനിത, എന്താണ് അവളുടെ കഥ, ഞങ്ങളടുത്ത് പറ എന്ന് പറയും. അങ്ങനെ അവര് നിർബന്ധിച്ചു കഴിയുമ്പോൾ കവിത ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. സുനിതയായിട്ട് അവൾ ഇമാജിൻ ചെയ്യുന്നത് അവളെ തന്നെയാണ്. സുനിത വളരെ പ്രകൃതി സ്നേഹമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. മരങ്ങളും ചെടികളും കിളികളും ഒക്കെയാണ് അവളുടെ ലോകം. അങ്ങനെ അവള് രാവിലെ മുറ്റത്തിരുന്ന് ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൂടെ ഒരു പ്രായമുള്ള ഒരാളെയും കാണിക്കുന്നുണ്ട്. അത് അവളുടെ അച്ഛനല്ല, പക്ഷെ അച്ഛനെ പോലെ തന്നെയുള്ള ഒരാളാണ്. അവൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നത് അയാളാണ്. അങ്ങനെ അവർ രണ്ടുപേരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ പോകുന്ന സൗണ്ട് കേൾക്കും. അപ്പോഴേക്കും അത് അവളുടെ ഭർത്താവാണെന്ന് മനസ്സിലാക്കിയ
മനസ്സിലാക്കി അവൾ ഓടിച്ചെന്നിട്ട് അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു കൊടുക്കുന്നു. ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അയാൾക്ക് കൊടുത്തുവിട്ട് അവൾ തിരികെ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അവിടെ കുക്കിങ്ങിന് നിൽക്കുന്ന ഒരു സ്ത്രീ അവളോട് പറയും, ഞാനിത് മാർക്കറ്റ് വഴി വന്നപ്പോൾ നല്ല മഷ്റൂം കിട്ടി, എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ പറയും, അയ്യോ വേണ്ട ചേച്ചി, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ലേ, അതുകൊണ്ട് അവൾ അത് വാങ്ങിക്കത്തില്ല. അവളുടെ ഭർത്താവിന്റെ കാര്യത്തില് അവൾ അത്ര ശ്രദ്ധാലുവാണ്. ഓഫീസിൽ പോകേണ്ട കാര്യങ്ങളും ഭക്ഷണവും എല്ലാം അവൾ അത്രയ്ക്കും കെയർ ചെയ്താണ് അവന് കൊടുക്കുന്നത്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ പോകുന്നത് ആ നാട്ടിലെ ഒരു റൗഡിയുടെ അടുത്തേക്കാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൊല നടന്നിരുന്നു. അത് ഇയാളാണ് ചെയ്തിരിക്കുന്നത്, അതായത് ആ റൗഡിയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടല്ല പോലീസുകാരൻ അങ്ങോട്ട് പോകുന്നത്. പകരം അയാളുടെ പേര് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയും വാങ്ങി ആ കേസ് വേറൊരാളുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ ചെല്ലുന്നത്. വീണ്ടും അവിടുന്ന് സീൻ കട്ടാകുമ്പോൾ സുനിതയുടെ ഭർത്താവിനെയാണ് കാണിക്കുന്നത്. അയാള് ഒരു ഭൂലോക തോൽവിയാണ്. ചീട്ടുകളി, വെള്ളവടി, പോരാത്തേന് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയും ഉണ്ട്. ഇവൻ എല്ലാ ദിവസവും ജോലിക്ക് പോവാന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഇവൻ ജോലിക്കൊന്നും പോകാതെ വെള്ളവും അടിച്ച് പബ്ബിൽ വന്നിരുന്ന് ചീട്ടുകളിയാണ് പരിപാടി. അങ്ങനെ ചീട്ട് കളിച്ച് കയ്യിലുള്ള പൈസയും കളഞ്ഞു, കുറെ കടവും കയറി. ഇപ്പൊ അയാളും നമ്മൾ മുമ്പേ കണ്ട ആ റൗഡിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ റൗഡിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഇവൻ ഈ ചീട്ട് മുഴുവൻ കളിച്ചത്. കളിച്ച് ആ പൈസ മുഴുവൻ അയാൾ കളയുകയും ചെയ്തു. റൗഡി ചോദിക്കും, നീ എത്ര രൂപ എന്റെ അടുത്ത് വാങ്ങിക്കൊണ്ട് പോയി എന്ന് വല്ല വിചാരമുണ്ടോ? 27 ലക്ഷം രൂപ, അത് പലിശ സഹിതം നീ എന്നെനിക്ക് തിരിച്ചു തരും എന്ന് ചോദിക്കുമ്പോൾ അയാള് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. റൗഡി വീണ്ടും പറയും, നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ പൈസ നഷ്ടമാകും, അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ വീട്ടിൽ പോയിട്ട് നിന്റെ ഭാര്യനെ സമ്മതിപ്പിച്ച് നിന്റെ അമ്മായപ്പന്റെ പേരിൽ കിടക്കുന്ന സ്ഥലമില്ലേ, അതായത് നിന്റെ ഭാര്യയുടെ സ്ഥലം, അത് എന്റെ പേരിലേക്ക് എഴുതി തരിക. അങ്ങനെ എഴുതി തന്നാ നിന്റെ അടുത്തുനിന്ന് 1 രൂപ പോലും ഞാൻ ഇനി ചോദിക്കാൻ വരില്ല. അങ്ങനെ നമ്മൾ തമ്മിലുള്ള കടവും തീരും. എന്താണ് നിന്റെ അഭിപ്രായം? അയാൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ നാട്ടിലെ ഗുണ്ടയാണല്ലോ അയാൾ. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് അവൻ പറയും, ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ശ്രമിക്കാം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോരും. അങ്ങനെ തിരികെ വീട്ടിൽ അയാൾ എത്തുമ്പോൾ സുനിത അയാളെ കാത്തു നിൽപ്പുണ്ട്. അയാൾ വന്ന ഉടനെ കുപ്പിയാണ് അന്വേഷിക്കുന്നത്. അയാൾ വന്നിരുന്ന് അടി തുടങ്ങും. സുനിത അയാൾക്ക് ടച്ചിങ്സ് ഒക്കെ എടുത്തുകൊണ്ടേ കൊടുക്കും. കാരണം അയാളുടെ ആ ശീലങ്ങളൊക്കെ അവൾക്കും പഴകിയിട്ടുണ്ട്. എന്നിട്ട് അവൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പറയും, ഇവിടെ ഭയങ്കര കൊതുക് ശല്യമാണ്, അതുകൊണ്ട് ജനലിലൊക്കെ മൊസ്കിറ്റോ നെറ്റ് അടിക്കണം എന്ന് പറയും. അവനിത് കേട്ടിട്ട്, മൊസ്കിറ്റോ നെറ്റ് അടിക്കാം, ഭയങ്കര കൊതുകാണല്ലേ, നമുക്ക് ജനലിലും അടിക്കാം വാതിലിനും അടിക്കാം, വീട് ഫുള്ളായിട്ട് അടിക്കാം, മാത്രമല്ല കുറെ സ്ഥലമൊക്കെ പെയിന്റ് ചെയ്യാനില്ലേ, വീടിന് പുതിയ പെയിന്റ് ഒക്കെ അടിച്ച് ഭംഗിയാക്കി വെക്കാം, അതിനെല്ലാം നിന്റെ അച്ഛൻ കൊണ്ടുവന്ന് പൈസ തരുമല്ലോ എന്ന് പറയും. എന്നിട്ട് അവളുടെ മുഖം വാടുമ്പോൾ അയാൾ പറയും, ഓ അതിന് നിന്റെ തന്ത ഇപ്പൊ ഇല്ലല്ലോ, ചത്തുപോയില്ലേ, ഞാനത് ഓർത്തില്ല എന്ന് പറയും. എന്നിട്ട് അതിന്റെ കൂടെ ആ ഗുണ്ട പറഞ്ഞ കാര്യം കൂടെ നൈസായിട്ട് അവതരിപ്പിക്കുകയാണ്. നമുക്ക് എന്തിനാ ഇത്രയും വലിയ വീട്, ഇതിപ്പോ വിറ്റാൽ തന്നെ നമുക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും, അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി സെറ്റിൽ ആവാം, ഇത്ര വലിയ വീടിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സുനിത പറയും, നിങ്ങൾക്ക് ശ്രീധനമായി തന്ന പൈസ മുഴുവൻ നിങ്ങൾ കൊണ്ടേ കളഞ്ഞു, ഇപ്പൊ ആകെ മൊത്തം ഈ വീട് മാത്രമേ ഉള്ളൂ, ഈ വീടും കൂടെ വിറ്റ് കഴിഞ്ഞാൽ ഇനി നമ്മൾ എവിടെ പോകും? അത് മാത്രമല്ല നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ അവർക്കായിട്ട് എന്തെങ്കിലും ഒരു സമ്പാദ്യം വേണ്ടേ, അതുകൊണ്ട് ഈ വീട് വിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് അവൾ പറയും. അയാൾ ദേഷ്യപ്പെട്ട് പോയി കിടക്കാൻ നേരം റൂം നോക്കുമ്പോൾ റൂം മുഴുവൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അയാൾ ചോദിക്കും, നീ എന്തിനാ ഈ റൂമെല്ലാം ക്ലീൻ ചെയ്തേ? അവൾ പറയും, അടുത്ത ദിവസം എന്റെ അനിയത്തി വരുന്നുണ്ട്. അനിയത്തി എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയത്തിയല്ല, ബാക്കിയെല്ലാം അനിയത്തിയാണ്. അവൾക്ക് ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അവൾ ഇവിടെ നിന്ന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനും ഓക്കെ പറഞ്ഞു. അവൾ അടുത്ത ദിവസം തന്നെ വരും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഭർത്താവിന് വീണ്ടും ദേഷ്യം വരും. ഒന്നാമതേ ഇവിടെ പൈസയുടെ പ്രശ്നം കൊണ്ട് മനുഷ്യന് മനസമാധാനം ഇല്ലാതിരിക്കുക, അതിനിടയ്ക്ക് നിന്റെ അനിയത്തിയും കൂടെ വന്ന് താമസിക്കാൻ പോവാണോ? ഇതിനൊക്കെ ആര് ചെലവിന് കൊടുക്കുമെന്ന് ഓർത്തോണ്ടാ നീ ഇരിക്കുന്നേ? എന്റെ മുറിയിലൊന്നും കിടക്കാൻ പറ്റത്തില്ല, വേണമെങ്കിൽ മേളിലൊരു മുറിയില്ലേ, അത് നന്നാക്കി കൊടുക്കുക, വേണമെങ്കിൽ അവിടെ കിടന്നോളും എന്ന് പറഞ്ഞ് ഭർത്താവ് ദേഷ്യപ്പെടും. പക്ഷെ അവൾ അതൊന്നും മിണ്ടാതെ, ഓക്കെ ശരി, ഞാൻ എന്നാ മേളത്തെ മുറി റെഡിയാക്കി കൊടുക്കാം. ആ മുറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ റെഡിയാക്കുന്നതിന്റെ ഇടയിൽ അവള് പഠിച്ച പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ അവൾക്ക് കിട്ടുന്നുണ്ട്. അവള് ബോട്ടണിയാണ് എടുത്ത് പഠിച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ട് അവൾ അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്യുമ്പോൾ ഭർത്താവ് അവളുടെ അനിയത്തിനെ പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. അവന് വലിയ സന്തോഷമൊന്നുമില്ല. ഏത് സാധനമാണ് കെട്ടിയെടുക്കുന്നത് എന്നുള്ള മൈൻഡിലാണ് പുള്ളി നിൽക്കുന്നത്. എന്നാൽ ഇവളുടെ അനിയത്തിനെ കണ്ടു കഴിയുമ്പോൾ അവന്റെ ദേഷ്യമൊക്കെ എതിലെ പോയെന്ന് പോലും അറിയില്ല. അവളുടെ സൗന്ദര്യം കണ്ട് ഇവൻ ആകെ മതിമറന്ന് നിൽക്കുകയാണ്. വരുന്ന വഴിക്കും ഇവൻ പഞ്ചാര അടിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ വീട്ടിലെത്തി ഇവളെ കണ്ടതും സുനിത ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ഓ എത്ര നാളായി നിന്നെ കണ്ടിട്ട്, പണ്ട് ഇവള് വലിയ ഗ്ലാമർ ആയിരുന്നു, ഇപ്പോഴും അതിനൊന്നും കുറവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പുകഴ്ത്തി അവളെ മേളിത്തെ റൂമിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് ഭർത്താവ് പറയും, എന്തിനാ അവളെ മേളിത്തെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്? എന്റെ റൂമാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്റെ റൂം കൊടുത്തേക്കാൻ പറയും. ഭാര്യയും സന്തോഷത്തോടെ അനിയത്തിക്ക് അവന്റെ റൂം കൊടുക്കും. എന്നിട്ട് അനിയത്തിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം സുനിത ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷെ അവളൊരു ലിമിറ്റ് വിട്ട് കഴിക്കുന്നില്ല. കൂടെ ഗുലാബ് ജാമുനും കൊണ്ടുവെക്കും. അതെടുത്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു കഴിയുമ്പോൾ അവൾ പറയും, അത് ഷുഗർ അല്ലേ, ഞാൻ ഇങ്ങനെയുള്ളതൊന്നും അധികം കഴിക്കാറില്ല, സ്ലിം ആയിട്ടിരിക്കണമെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ വേണം എന്ന് പറയും. അയാൾ പറയും, നീ അത് മുഴുവൻ കഴിക്കണ്ട, ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കാമല്ലോ
കഴിക്കാലോ. അങ്ങനെ അവളെ നിർബന്ധിച്ചു കഴിയുമ്പോൾ അവൾ അതിൽ ഓർണം എടുത്ത് പകുതി കഴിച്ചിട്ട് ബാക്കി അവിടെ വെക്കും. ഇയാളാണെ ഇവള് വന്നപ്പോ തൊട്ട് ഇവളെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇവളും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ അയാള് നീ ബോഡി ശ്രദ്ധിക്കുന്നുണ്ടെ ശ്രദ്ധിച്ചോ, അത് നല്ല കാര്യം തന്നെ എന്ന് പറഞ്ഞ് നമുക്കത് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവള് കഴിച്ചിട്ട് വെച്ചിരുന്ന ബാക്കി ആ ഗുലാബ് ജാമുൻ അവനെടുത്ത് കഴിക്കും. എന്നാൽ ഇവള് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ച ഇവൾ അത് കണ്ട് ചിരിച്ച് കൊഞ്ചി കൊഴിഞ്ഞ് വർത്താനവും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അവൾ അവിടെ ജോലിക്ക് ഓഫീസിലൊക്കെ പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് ഓട്ടോയൊക്കെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് വണ്ടിയൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു പോലീസുകാരൻ, അയാൾ ആ വഴി വരുന്നുണ്ട്. അയാൾ ചോദിക്കും എന്താണ് മാഡം ഇവിടെ തന്നെ നിൽക്കുന്നത്, എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവള് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ പറയും ഞാൻ കൊണ്ടുവിടാന്ന് പറയും. അവള് പറയും നിങ്ങളൊരു പോലീസുകാരനല്ലേ, ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ, എന്നെ വിട്ടേക്ക്, ഞാൻ തന്നെ പൊയ്ക്കോളാന്ന് പറയും. എന്നാൽ ഇയാൾ പറയും എന്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ സഹായിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ, അപ്പൊ ഇതും എന്റെ ഒരു പ്രശ്നമായിട്ട് വരും. മാത്രമല്ല നിന്നെപ്പോലെ സുന്ദരിയായിട്ടൊരു പെണ്ണിനെ ഇങ്ങനെ വഴിയിലിട്ടേച്ച് പോകാൻ മനസ്സും വരുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ അവളെ കയറ്റിക്കൊണ്ടു പോകും. അങ്ങനെ വരുന്ന വഴിക്കൊക്കെ സുനിതയുടെ ഭർത്താവിനോട് എങ്ങനെയാണോ ഇവള് പെരുമാറിയത് അതുപോലെ തന്നെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഈ പോലീസുകാരനോടും ഇവള് പെരുമാറുന്നത്. അങ്ങനെ ഇവളെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകാൻ നേരത്ത് അയാൾ നമ്പർ ചോദിക്കും. ഇവൾ അധികമൊന്നും ചിന്തിക്കാതെ ഫോൺ നമ്പറും അയാൾക്ക് കൊടുക്കും. ഇതെല്ലാം സുനിത മേളിൽ നിന്ന് കാണുന്നുണ്ട്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് അവളുടെ അടുത്ത് ഒരു കാര്യവും ചോദിക്കുന്നില്ല. അങ്ങനെ അവർ ഗാർഡനിൽ ഇരിക്കുന്ന മറ്റൊരു സമയത്ത് സുനിത ചോദിക്കും ആ ജോലിയൊക്കെ ആയല്ലോ, ഇനി എന്താണ് മറ്റു പ്ലാനുകൾ, കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഓ എന്നാ കഴിക്കാനാ, കല്യാണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ സുനിത ചോദിക്കും എന്താ നിനക്ക് എന്തെങ്കിലും സ്നേഹം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ അവൾ പറയും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ബ്രേക്കപ്പ് ആയിപ്പോയി. സുനിത വീണ്ടും നിർബന്ധിക്കുമ്പോൾ അവൾ പറയും ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് എന്നോടായിരുന്നു കൂടുതൽ സ്നേഹം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, കുറച്ചു കാലമായിട്ട് ഇപ്പോൾ അയാൾക്ക് അയാളുടെ ഭാര്യയോടാ സ്നേഹം, അങ്ങനെ വന്നുകൊണ്ട് അത് ബ്രേക്കപ്പ് ആയി പോയി എന്ന് പറയും. അതായത് ഓൾറെഡി ഒരു ഭാര്യയുള്ള ഒരുത്തിനെയാണ് ഇവള് വളയ്ക്കാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ സുനിതയ്ക്ക് അയ്യടാന്നായി പോകും. ഇതുപോലൊരു സാധനത്തിനെയാണ് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അവളുടെ ഭർത്താവിന്റെ കാര്യം എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൾ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ പുതിയൊരു ലൈഫിലേക്ക് ഞാൻ പോവുകയാണ്, ചേച്ചിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാ എന്ന് പറയും. അങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും ഇവളുടെ തനി സ്വഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഈ രണ്ട് ചെക്കന്മാരുടെ അടുത്തും ഒരേപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ പോലീസുകാരന്റെ അടുത്തും സുനിതയുടെ ഭർത്താവിന്റെ അടുത്തും. പോലീസുകാരന്റെ അടുത്ത് അവൾ പെട്ടെന്ന് അഫെയറിലാകുകയാണ്. അവരൊരുമിച്ച് ഫോട്ടോ എടുക്കുന്നു, ബീച്ചിൽ പോകുന്നു, പാർക്കിൽ പോകുന്നു, റിസോർട്ടിൽ പോകുന്നു. പോലീസുകാരനും അവനെ കാര്യമായിട്ട് അവൾ ലവ് ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവള് ഇവളുടെ ഭർത്താവിന്റെ അടുത്തും ഇങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല കുറച്ചും കൂടെ മേളിലേക്ക് പോയി അവർ രണ്ടുപേരും റൂമൊക്കെ എടുത്ത് ബെഡ് ഷെയർ ചെയ്യുന്ന ആ രീതിയിലേക്ക് വരെ എത്തും. എന്നാൽ പാവമായിട്ടുള്ള സുനിത ഇതൊന്നും അറിയുന്നതേയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയി കഴിയുമ്പോൾ അവൾ എടുത്തിരിക്കുന്ന ഡ്രസ്സ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്. അവന്റെ പേഴ്സിൽ അത് അടയ്ക്കാനുള്ള പൈസയൊന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ കടക്കാരൻ വളരെ പുച്ഛത്തോടു കൂടി ഇവനെ നോക്കും. അയാൾ നേരെ തിരിഞ്ഞിട്ട് നീ എന്താ നോക്കുന്നത്, പേഴ്സിന്റെ അകത്തെ പൈസ ഇല്ലാത്തുള്ളൂ, എന്റെ കാർഡിൽ പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാർഡ് കൊടുത്ത് അത് ബില്ല് ചെയ്യും. അത് മാത്രമല്ല ഇനിയും വേറെ ഷോപ്പിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി വേറെ ഷോപ്പിങ്ങുകൾ ചെയ്യാനുള്ള പരിപാടിയിലാണ് അവള്. ഈ സമയത്ത് പോലീസുകാരൻ ഇവളെ ഫോൺ ചെയ്യും. നിന്നെ കുറെ നാളായല്ലോ കണ്ടിട്ട്, ഇപ്പൊ ആണെ കാണാറുമില്ല, നീ എവിടെയാണ്, ഈ സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അവളോട് സംസാരിക്കുമ്പോൾ അവള് പറയും ഞാനിപ്പോ ഇച്ചിരി തിരക്കിലാണ്, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പിന്നീട് ഒരു ദിവസം സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് ഇവന് ഒരു ഡൗട്ട് വരുന്നു. ഇത്രയും നാൾ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് ഇവൾക്ക് ഇത് എന്തു പറ്റി? അവനും ഇവളെ ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നുന്നു. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സുനിത വെളിയിൽ പോയിട്ട് തിരികെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവളുടെ ഭർത്താവും അവളുടെ അനീതിയും ബെഡ് ഷെയർ ചെയ്യുന്ന കാര്യം അവളുടെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണും. അവൾ അത് കാണുമ്പോൾ തന്നെ ആകെ തകർന്നു പോകും. അവൾക്ക് ആകെ ഒരു ആശ്വാസം ആ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ആണല്ലോ. അവൾ താഴെ ഗാർഡനിൽ വന്ന് ആ മരത്തെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അവളുടെ അടുത്ത് ഹെൽപ്പിന് വരികയും അവൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വൃദ്ധനുണ്ടല്ലോ, അയാൾ അവിടേക്ക് വരും. എന്താ മോളെ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. അയാൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവളുടെ ബർത്ത്ഡേയുടെ അന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ വെക്കും. അന്ന് അവളുടെ കൂട്ടുകാരികളും ഒക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത് സുനിതയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. സുനിതയുടെ കൂട്ടുകാരിക്ക് സുനിതയുടെ അനീതിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ അവളുടെ ക്യാരക്ടർ പിടികിട്ടും. അവള് സുനിതയോട് ഒന്ന് പറയും നിന്റെ അനീതിയെ പോലെ തന്നെയാണോ നടക്കുന്നത്, അവള് നിന്റെ ഭർത്താവിന്റെ അടുത്ത് കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല കേക്ക് മുറിച്ച് ആദ്യം നിനക്കല്ലേ തരേണ്ടത്, അതിന് പകരം അയാള് അവക്കാണ് കൊടുത്തത്. മാത്രമല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടും പിടിച്ചും കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. ഇതത്ര നന്നായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, നീ ഇതിങ്ങനെ വിടരുത്, ഇത് ഡയറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യണം. അവളോട് കാര്യങ്ങൾ പറഞ്ഞ് ഒന്നെങ്കിൽ അവളെ ഇവിടുന്ന് മാറ്റുക, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കുക, നീ ഇതിനെ താളം ചവിട്ടിക്കൊണ്ട് നിൽക്കരുത് എന്ന് പറയും. കൂട്ടുകാർ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും സുനിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ ഇതെല്ലാം ഓർത്ത് കരയുക മാത്രമാണ് ചെയ്യുന്നത്. അവൾക്ക് ആശ്വാസനായിട്ട് കുറച്ച് മരങ്ങളും ചെടികളും മാത്രമേ ഉള്ളൂ.
ഉള്ളൂ. അവിടുന്ന് സീൻ കട്ടാകുമ്പോൾ അവൾ നൈറ്റ് കിടക്കാൻ നേരത്ത് അവളുടെ അമ്മ നാട്ടിൽ നിന്ന് അവൾക്ക് കോൾ ചെയ്യും. എന്നിട്ട് എങ്ങനെയുണ്ട് പുതിയ സ്ഥലം, ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നോ എന്ന് അവളോട് ചോദിക്കും. അവൾ പറയും ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു, ഇവിടെ ചേച്ചിയുടെ കൂടെ ഞാൻ വളരെ ഹാപ്പിയാണ്, മാത്രമല്ല ചേച്ചിയുടെ ഹസ്ബൻഡും എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടും. അവര് പറയും എടീ സുനിത ഒരു പാവമാണ്, നിന്റെ കളി തമാശയും കാര്യങ്ങളും ഒന്നും അവളുടെ അടുത്ത് ഇറക്കരുത്, നിനക്ക് അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഒരു കല്യാണം കഴിക്ക്, എന്നിട്ട് അവന്റെ കൂടെ നീ ഹാപ്പി ആയിട്ടിരിക്കെ, നിനക്ക് വേണ്ടി നീ ഒരു കുടുംബത്തെ ഉണ്ടാക്ക്, അതല്ലാതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി അവരുടെ കുടുംബജീവിതം നീയായിട്ട് നശിപ്പിക്കരുത് എന്ന് പറയും. അമ്മയ്ക്ക് ഇവളുടെ തനി സ്വഭാവം അറിയാമെന്ന് തോന്നുന്നു. അവള് പറയും അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഞാൻ ഇന്ന് ഭയങ്കര ടയേർഡാ, ഞാൻ കിടക്കാൻ പോവാണെന്നും പറഞ്ഞ് അവള് കിടക്കും. കിടക്കുന്നതിന് മുമ്പും ഇവള് കുറച്ച് ഹോട്ടായിട്ടുള്ള പിക്ക് എടുത്ത് സുനിതയുടെ ഭർത്താവിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കും. അവനും അത് കണ്ടിട്ട് സിഗ്നൽ കിട്ടി എന്ന് വിചാരിച്ച് അവളുടെ അനിയത്തിയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുനിത ഇത് മനസ്സിലാക്കി പുറകെ എഴുന്നേറ്റ് വരും. എന്നിട്ട് ചോദിക്കും എന്തു പറ്റി എണീറ്റ് പോയത്, വെള്ളം എന്തെങ്കിലും വേണോ എന്ന് പുറകെ വന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അവൻ പറയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ വന്ന് കിടക്കും. അവന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അവൻ ദേഷ്യത്തോടെയാണ് വന്ന് കിടക്കുന്നത്. സുനിതയ്ക്കും ആകെ സങ്കടമാവുന്നുണ്ട്, അവക്കൊന്നും പറയാനും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും തോന്നുന്ന പോലെ ഇവക്കും തോന്നും ഒരുപക്ഷെ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഇവൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അനീതിയുടെ കൂടെ പോയത് എന്ന് അവൾ സ്വയം വിചാരിക്കും. എന്നിട്ട് അവന്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവന് ഓൾറെഡി ഇവളോടുള്ള എല്ലാ ഇൻട്രസ്റ്റും പോയിട്ടുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത സുനിതയുടെ അനീതി അവൾ പുറത്തു പോയിട്ട് വന്നപ്പോൾ അവൾക്കൊരു സാരിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് കണ്ടതാണെന്നും ആ സാരി കണ്ടപ്പോൾ സുനിതയ്ക്ക് നന്നായിട്ട് മാച്ച് ആകുമെന്നും വിചാരിച്ചാണ് അവൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കും. എന്നാൽ അവൾ അത് വാങ്ങിയിട്ട് അതുപോലെ തന്നെ കളറുള്ള ഒരു സാരി എന്റെ കയ്യിലുണ്ട്, എന്നാലും നീ കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് അവളെ തലമാരി കൊണ്ടുവെക്കും. അവളുടെ ഭർത്താവിന് ഒരുപാട് കോളുകൾ വരാറുണ്ട് ഈയിടെയായിട്ട്. കാരണം 27 ലക്ഷം രൂപ ഓൾറെഡി അവൻ കടക്കാരനാണ്. മാത്രമല്ല ഇതിനിടെ കൊണ്ട് വേറെയും കടങ്ങൾ അവൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുമുണ്ട്. അവനെ വിളിക്കുന്നവരോട് അവൻ ഒരുപാട് എക്സ്ക്യൂസ് പറയുന്നുണ്ട്, എന്നാലും അവരാരും സമ്മതിച്ചു കൊടുക്കുന്ന മട്ടില്ല. വീണ്ടും വീണ്ടും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവൻ ആകെ ടെൻഷനാകും. ഇവൻ സുനിതയുടെ അടുത്ത് വന്ന് വീട് വിൽക്കുന്നതിനെ പറ്റി വീണ്ടും പറയും. എന്നാൽ സുനിത ആ വീട് വിൽക്കാൻ വേണ്ടി തയ്യാറേ അല്ല. അവൻ ആകെ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന സുനിതയുടെ അനിയത്തി വന്നിട്ട് ചേട്ടൻ ഇത്രയും പറഞ്ഞിട്ടും ചേച്ചി എന്തിനാ ഇത്രയും പിടിവാശി പിടിക്കുന്നേ, പുള്ളിക്ക് അത്രയും കടമുണ്ടായിട്ടല്ലേ, എങ്ങനെയെങ്കിലും ഈ വീട് വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും നല്ലൊരു തുക കിട്ടും, കടവും വീട്ടി ബാക്കി പൈസയ്ക്ക് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാനും പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ച് അവന്റെ പക്ഷം പറഞ്ഞ് സംസാരിക്കുമ്പോൾ സുനിത ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ, നീ ഇതിൻ്റെ അകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവള് പോകും. ഇവനും ദേഷ്യം കൊണ്ട് വീട്ടിലിരുന്ന് മദ്യപിച്ചത് മതിയാകാതെ കുപ്പി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം പുറത്തു നിന്ന് ആ വൃദ്ധൻ കാണുന്നുണ്ട്. പിറ്റേ ദിവസം ഗാർഡനിൽ അവളെ സഹായിക്കുന്നതോടൊപ്പം വൃദ്ധൻ ചില കാര്യങ്ങളും അവളുടെ അടുത്ത് പറയുന്നു. നിനക്ക് മുമ്പ് ഇത് നിന്റെ അച്ഛന്റെ പേരിലായിരുന്നു, നിന്റെ അച്ഛൻ പോയപ്പോ ഈ സ്ഥലത്തോടൊപ്പം നിന്നെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് നിന്നെയും ഈ സ്ഥലത്തെയും സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില കർമ്മങ്ങളുണ്ട്, അതായത് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഇരയാകേണ്ടി വരും. അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ഇരയായി മാറണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നീ വളരെ അധികം ശ്രദ്ധിക്കണം. നിന്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകളും നിനക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളും ഒരുപക്ഷെ നിന്റെ നേരെ തിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയായിരുന്നാലും അവരുടെ എല്ലാം മേത്ത് നിനക്കൊരു കണ്ണു വേണം. നീ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു താക്കീതും കൊടുത്തിട്ടാണ് ആ വൃദ്ധൻ അവിടെ നിന്നും പോകുന്നത്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത ഭർത്താവ് സുനിതയുടെ അടുത്ത് പറയാണ്, നീ എന്തൊക്കെ വന്നാലും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാകണം, ഞാന് പുറത്തു വരെ പോവുകയാണ്, ഒത്തിരി താമസിച്ചേ വരത്തുള്ളൂ, ചിലപ്പോൾ ഇന്ന് വന്നില്ല എന്നും വരും, എങ്കിലും നീ ഈ വീട്ടിൽ തന്നെ കാണണം, ഒരാൾ കുറച്ച് പൈസ കൊണ്ടുതരും, അത് നീ വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. എന്നിട്ട് അവൻ വീണ്ടും പറയും, നീ ഈ വീട് വിട്ടുന്ന് എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഉണ്ടാകണം, കാരണം അവരെപ്പോഴാ വരുന്നേന്നുള്ള കാര്യം അറിയത്തില്ല, ആ പൈസ മിസ്സാകരുത്. ഇയാൾ ഇങ്ങനെ ഇവിടെ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് അവൾക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. ആ വൃദ്ധം പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നു. ഭർത്താവ് ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളുടെ അനിയത്തിയും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറയും, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഉച്ചക്കത്തെ ഭക്ഷണം നീ പുറത്തുനിന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞ് അവൾക്ക് ആ പൊതിച്ചോറ് കൊടുക്കും. അവളും കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് അവൾ ജോലിക്ക് വേണ്ടി പോകുന്നു. നായിക സമയമൊക്കെ നോക്കിയിരിക്കുകയാണ്. കാരണം വരുമെന്നൊരാൾ പറഞ്ഞല്ലോ, അയാൾ എപ്പോ വരുമെന്നുള്ള കാര്യം അറിയത്തില്ല. സുനിത അങ്ങനെ പേടിച്ച് ക്ലോക്കിൽ നോക്കിയിരിക്കുന്ന സമയത്ത് അവളുടെ അനിയത്തി പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരും. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, എനിക്ക് വയറിന് നല്ല സുഖമില്ല, ഓഫീസിലിരുന്നിട്ടും പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി തോന്നുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു, ഹാഫ് ഡേ ലീവും ആക്കി എന്ന് പറയും. എന്നിട്ട് സംസാരിച്ചിരിക്കാൻ പോലും സമയമില്ലാതെ അവൾ നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. ഒരു 3-4 തവണ പോയിട്ട് വന്നിട്ട് അവൾ വീണ്ടും പറയും, ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഈ വയറുവേദന കുറയുമെന്ന് തോന്നുന്നേയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയും. എന്നാൽ ഇത് ശരിക്കും സുനിതയുടെ പ്ലാനാണ്. കാരണം അവൾ ആ വീട്ടിലിരുന്നാലല്ലേ പ്രശ്നം, അവളുടെ അനിയത്തി ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ. മാത്രമല്ല ഇവളും തന്റെ ഭർത്താവും ചേർന്ന് അവളെ ചതിക്കുന്ന കാര്യവും അവൾക്കിപ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് നൈസായിട്ട് അവളെ വീട്ടിൽ ഇരുത്തിയിട്ട് സുനിത ഡ്രസ്സൊക്കെ മാറി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോവുകയാണ്. ഇറങ്ങുമ്പോൾ അവൾ ചോദിക്കും, എന്താ എവിടെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ സുനിത പറയും, ഞാൻ പുറത്തു പോവുകയാണ്, ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, നീയും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല ചേച്ചി എനിക്ക് വരാൻ പറ്റത്തില്ല,
എനിക്ക് നല്ല വയറുവേദനയുണ്ട്, അതുകൊണ്ട് ചേച്ചി പോയിട്ട് പോരേന്ന് പറയും. സുനിത പറയും അത് സാരമില്ല, നീ ഇവിടെ ഇരുന്നോ, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. നിന്റെ ചേട്ടനില്ലേ, അതായത് സുനിതയുടെ ഭർത്താവ് കേട്ടോ, നിന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ കുറച്ച് പൈസ കൊണ്ടു തരുമെന്ന്, അത് നീ ഭദ്രമായിട്ട് വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതി, ഞാൻ പോയിട്ട് വരാം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവളുടെ ഭർത്താവ് അവളെ കോൾ ചെയ്തിട്ട് നീ വീട്ടിൽ തന്നെ ഉണ്ടോ, പുറത്തെവിടെയും പോയിട്ടില്ലല്ലോ എന്ന് വീണ്ടും അവളെ വിളിച്ച് തിരക്കുകയാണ്. ആ സമയത്ത് അവള് ഞാൻ എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് അവൾ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. സുനിതയുടെ അനിയത്തി സുനിതയുടെ ഭർത്താവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, അതായത് അവളുടെ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോള് പോകുന്നില്ല. ഈ സമയത്ത് സുനിത ആ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന് അവിടുത്തെ പാട്ടൊക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് പോലീസുകാരൻ ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു ഫോൺ വരും. അത് വേറൊന്നുമല്ല, സുനിതയുടെ വീട്ടിൽ 2 കൊലപാതകം നടന്നിരിക്കുന്നു, ആരോ ഒരാൾ വന്ന് രണ്ടുപേരെ അതിക്രൂരമായി കൊന്നിട്ട് പോയി എന്നുള്ള വാർത്ത കേട്ടാണ് പോലീസുകാരനും കൂടെയുള്ള കോൺസ്റ്റബിളും അവിടേക്ക് എത്തുന്നത്. അവിടെ വന്ന് നോക്കിക്കഴിയുമ്പോൾ മരിച്ചു കിടക്കുന്നത് സുനിതയുടെ ഭർത്താവും പിന്നെ ഈ പോലീസുകാരന്റെ കാമുകയാണ്. അതായത് കാമുകയാണെന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അവള് രണ്ടുപേരെയും പറ്റിച്ചോണ്ടല്ലേ ഇരുന്നത്. എന്തായാലും അവളാണ് മരിച്ചു കിടക്കുന്നത്, കാരണം ആ പോലീസുകാരൻ അവളെ അത്രയും സ്നേഹിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് സങ്കടം സഹിക്കാനാവാതെ സുനിതയും അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അതിനുശേഷം FIR ഒക്കെ എഴുതി അതിൽ ഒപ്പിടാനായിട്ട് അവളെ വിളിക്കും. അങ്ങനെ അതൊക്കെ എഴുതി വാങ്ങിച്ച് അവൻ ഓഫീസിൽ വന്നിരുന്നെങ്കിലും അവനൊരു സമാധാനവും കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ ഓർമ്മ അവനെ വിട്ടു പോകുന്നേയില്ല. അവന്റെ കൂട്ടുകാരൻ അവനോട് ചോദിക്കും, നീ എന്താ അവളെ ഓർത്ത് നീ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണോ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്തായാലും എനിക്ക് അവളെ കൊന്ന ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് ഫയലെല്ലാം വാങ്ങി ഇവൻ കളത്തിലിറങ്ങുകയാണ്. അങ്ങനെ അന്വേഷിച്ച് വന്നു കഴിയുമ്പോൾ ഈ സുനിതയുടെ ഭർത്താവിന് ചീട്ടുകളി ഒരു ഹരമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരൻ പബ്ബിൽ വന്ന് അതിന്റെ ഓണർ പിടിച്ച് 2 കുത്തൊക്കെ കുത്തി അവിടെ സ്ഥിരമായിട്ട് ചീട്ട് കളിക്കുന്നവരുടെ ലിസ്റ്റ് എല്ലാം എടുത്ത് നോക്കി കഴിയുമ്പോഴാണ് ഇവൻ അവിടെ സ്ഥിരമായിട്ട് ചീട്ട് കളിച്ചുവെന്നും 27 ലക്ഷം രൂപ കടമുള്ള കാര്യവും മനസ്സിലാകുന്നത്. ആ പൈസ കൊടുത്തിരിക്കുന്നത് ഈ റൗഡിയാണ്. അങ്ങനെ പോലീസുകാരൻ ഈ റൗഡിനെ അന്വേഷിച്ച് വരികയാണ്. എന്താന്ന് വെച്ചാൽ ആ പബ്ബും ഈ റൗഡിയുടെ തന്നെയാണ്. പോലീസുകാരൻ റൗഡിയുടെ അടുത്ത് ചെന്നിട്ട് ഇവിടെ അടുത്ത തെരുവില് 2 കൊലപാതകം നടന്നിട്ടുണ്ട്, നീ അറിയുമായിരിക്കും, അയാൾ നിനക്ക് 27 ലക്ഷം രൂപ തരാനുണ്ട്, അതുകൊണ്ട് നീ ആളെ വെച്ച് കൊല്ലിച്ചാണോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ കുറ്റവും എല്ലാ കൊലയും എന്റെ പേരിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് പൈസ എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ചിട്ടുള്ളതാ, ഇപ്പോ ഞാൻ ചെയ്യാത്തൊരു കൊല എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വരുവാണോ, നീ എന്താ പറഞ്ഞ 2 കൊല ഞാൻ ചെയ്തെന്നോ, ശരിക്കും എന്താ നടന്നതെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പോലീസുകാരന്റെ അടുത്ത് ഈ റൗഡി പറയാണ്. സുനിതയുടെ ഭർത്താവ് അന്ന് വഴക്കെല്ലാം കൂടിക്കഴിഞ്ഞ് ഈ റൗഡിനെ കാണാൻ വന്നിരുന്നു. അയാള് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. സുനിത എന്ത് ചെയ്താലും ആ വീട് വിൽക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അവളുടെ അച്ഛന്റെ സെന്റിമെന്റ്സ് എല്ലാം പറഞ്ഞ് അവൾ അതിൽ തന്നെ കടിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റൗഡി പറയും, അവൾ അങ്ങനെ പറയുകയാണെങ്കിൽ നീ ഒരു പണി ചെയ്യ്, നിനക്ക് അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം, നമുക്കൊരു പ്ലാൻ ചെയ്ത് അവളെ അങ്ങ് തട്ടിക്കളയാം, എന്നിട്ട് ആ സ്ഥലം എന്റെ പേരിലേക്ക് ആക്കി തരിക, ഞാനത് വിറ്റിട്ട് പണം തരികയോ അല്ലെങ്കിൽ അതിനൊത്ത പൈസ നിനക്ക് തരികയോ ചെയ്യും, പകുതി നിനക്കും പകുതി എനിക്കും എന്നുള്ള വ്യവസ്ഥയിൽ നമുക്ക് കരാർ ഉറപ്പിക്കാം. അങ്ങനെ ഈ റൗഡിയും സുനിതയുടെ ഭർത്താവും ചേർന്നാണ് അവളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അവളെ കൊല്ലാൻ വരുന്ന കൊലയാളി ആള് മാറി സുനിതയുടെ അനീതിയെ കൊന്നിട്ട് പോകും. കാരണം അവൻ വരുന്ന സമയത്ത് സുനിത എവിടെയില്ല. അപകടം മനസ്സിലാക്കിയ സുനിത അവിടെ നിന്നും മാറി ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരുന്നു. അപ്പോ പോലീസുകാരന്റെ കാമുകീനെ കൊന്നത് ഈ റൗഡിയാന്നുള്ള കാര്യം അവന് മനസ്സിലാകുമ്പോൾ ആകെ ഷോക്കാകും. അത് ശരി, സുനിതയ്ക്ക് പകരം ആള് മാറി അവളുടെ അനീതിനെ കൊന്നു, അത് ഓക്കെ, പക്ഷേ സുനിതയുടെ ഭർത്താവിനെ ആരാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ റൗഡി പറയും, അത് ഞാനാണോ കണ്ടുപിടിക്കേണ്ടത്, നീ ഒരു പോലീസുകാരനല്ലേ, അത് നീ കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് അവനെ അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കും. കൂടെ ഒരു കാര്യം കൂടെ പറയും, ഇപ്പൊ സുനിത തന്നെ ഉള്ളൂ, നീ എങ്ങനെയെങ്കിലും ഒരു നമ്പർ ഇട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ സ്വത്ത് എഴുതി മേടിക്കുവാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരും, അതുകൊണ്ട് ആ കാര്യങ്ങൾ നീ ഒന്ന് ആലോചിക്ക്, എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ആ സ്ഥലം എന്റെ പേരിലേക്ക് എഴുതി വാങ്ങിപ്പിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് പറഞ്ഞു വിടും. അവനാണെങ്കിൽ 30 ലക്ഷം രൂപ കിട്ടും എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആ 30 ലക്ഷം രൂപയ്ക്ക് എന്ത് വാങ്ങുമെന്ന് ആലോചിച്ച് നടക്കുകയാണ്. ഫ്ളാറ്റെല്ലാം പോയി നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഈ സുനിതയുടെ അനീതി എവിടെയെല്ലാം പോയി, ആരുടെയെല്ലാം കൂടെ സംസാരിച്ചു എന്നെല്ലാം ഇവൻ അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ അന്വേഷിച്ച് എന്ന് കഴിയുമ്പോൾ സുനിതയുടെ ഭർത്താവും ഇവളും ക്ലോസ് ആയിട്ടുള്ള വിവരം ഇയാൾക്ക് മനസ്സിലാകും. ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഇവരൊന്നായിരുന്നുള്ള കാര്യം അയാൾ കാണുമ്പോൾ അടിമുടി വേർക്കാണ്. കാരണം അയാള് അത്രയ്ക്ക് ഇവളെ ലവ് ചെയ്തിരുന്നു, പക്ഷേ ഇവള് തിരിച്ചു കൊടുത്തത് ഇങ്ങനെയാണെന്ന് മാത്രം. അവളൊരു ഫേക്ക് ആയിരുന്നു എന്നുള്ള കാര്യം അവൻ അപ്പോഴേക്കും മനസ്സിലായി. ഇതുപോലെ ഒരുത്തീനെയാണല്ലോ ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിരുന്നത് എന്നോർത്ത് അവൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഹോട്ടലിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിച്ച് അടുത്ത ഡൗട്ട് പോകുന്നത് സുനിതയിലേക്കാണ്. കാരണം ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ടിരിക്കുന്നത് സുനിത അറിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സുനിതയായിരിക്കും അയാളെ കൊന്നത് എന്ന് പോലീസുകാരന് ഡൗട്ട് വരുന്നു. അയാള് സുനിതയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട്, അതായത് അന്ന് ബർത്ത്ഡേ പാർട്ടി നടന്നില്ലേ, ആ വീട്ടിൽ പോയിട്ട് അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അന്ന് സുനിത വന്നിരുന്നോ, എത്ര നേരം അവിടെ ഉണ്ടായിരുന്നു, അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, വീഡിയോ ഫുട്ടേജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ആൽബവും വീഡിയോ ഫുട്ടേജും എല്ലാം പോലീസുകാരന് കൊടുക്കും. അങ്ങനെ അതെല്ലാം അയാൾ കണ്ട ശേഷം വീണ്ടും സുനിതയുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൈസായിട്ട് മറ്റേ റൗഡി പറഞ്ഞ കാര്യം കൂടെ ഇവൻ അവതരിപ്പിക്കുകയാണ്. നിന്റെ ഭർത്താവിന് 27
ലക്ഷം രൂപ കടവുള്ള കാര്യം നിനക്കറിയാമോ? അത് ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു റൗഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അവൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഭർത്താവ് മരിച്ചാലും അവൻ നിന്റെ അടുത്ത് നിന്ന് ആ പൈസ മേടിക്കാൻ നോക്കും. ഇനി വേറെ മാർഗമൊന്നുമില്ല. ഈ സ്ഥലം വിറ്റ് കിട്ടുന്ന പൈസ അയാൾക്ക് കൊടുത്ത് ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഈ സ്ഥലം അയാളുടെ പേരിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടുവാണെങ്കിൽ ആ പൈസയും കൊണ്ടുപോയി പുറത്ത് എവിടെയെങ്കിലും സെറ്റിൽ ആകാൻ നോക്കുക. അതേ നിനക്കിനി രക്ഷയുള്ളൂ എന്ന് പറയും. ഇയാൾ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നേയില്ല. ഇതിനിടയ്ക്ക് പോലീസുകാരൻ വീണ്ടും പറയും, ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് എങ്ങനെയുള്ളവനാണ് എന്ന് മുഴുവനായിട്ട് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ പേപ്പർ ചെറുതായിട്ട് കീറുന്നുണ്ട്. അത് കണ്ടിട്ട് പോലീസുകാരനൊരു കാര്യം മനസ്സിലാകുന്നു. സുനിതയുടെ അനീതിയും ഭർത്താവും തമ്മിൽ അഫെയർ ഉണ്ടായിരുന്ന കാര്യം സുനിതയ്ക്ക് അറിയാം എന്ന് അയാൾ മനസ്സിലാക്കുന്നു. സുനിതയ്ക്കും ഒരു ചെറിയ ഡൗട്ട് വരുന്നുണ്ട് ഈ പോലീസുകാരനോട്. കാരണം അയാൾ ഇനി എന്താണ് ചെയ്തു കൂട്ടുന്നതെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നില്ല. ഭർത്താവിനെ ആയിരുന്നു ഇത്ര നാൾ പേടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭർത്താവ് പോയി കഴിഞ്ഞ് ആ സ്ഥലത്തിന് വേണ്ടി ഇപ്പോൾ ആ പോലീസുകാരൻ നടക്കുകയാണ്. കൂടാതെ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു റൗഡിയും. അവൾക്ക് മുന്നോട്ട് ഇനി എങ്ങനെ പോകണമെന്നറിയാതിരിക്കുമ്പോൾ ആ വൃദ്ധനെ കാണാൻ വേണ്ടി അവൾ പോകുന്നു. ആ വൃദ്ധൻ അവളെ ആശ്വസിപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു പൂച്ചട്ടിയും അവളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അവളോട് പറയും, ഇനി നീ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിനക്കറിയാം, അത് നീ ചെയ്യുക എന്ന് പറഞ്ഞ വൃദ്ധൻ അവിടെ നിന്നും പോകും. പോലീസുകാരൻ ആ ഫോട്ടോയെല്ലാം എടുത്ത് വീണ്ടും റിവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ഫോട്ടോ എടുത്ത് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തോ ഒരു സാധനം കത്തും. അതെന്താന്നുള്ളത് കാണിക്കുന്നില്ല. അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി സുനിതയുടെ അനീതി ജോലി ചെയ്ത ആ സ്ഥാപനത്തിൽ പോയി അന്വേഷിക്കും. കാരണം അവള് ലാസ്റ്റ് ആയിട്ട് പോയത് ആ ഓഫീസിലേക്കാണ്. അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ അവര് പറയും, അവള് വന്നിരുന്നു, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഹാഫ് ഡേ ലീവ് ഇട്ട് അവൾ ഇവിടുന്ന് പോയി എന്ന് പറയും. അതിനുശേഷം പോലീസുകാരൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഈ സുനിതയുടെയും സുനിതയുടെ അനീതിയുടെയും സുനിതയുടെ ഭർത്താവിന്റെയും കോൾ ലിസ്റ്റ് പരിശോധിക്കും. എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യമൊന്നും അയാൾ അത് കൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ പൈസ കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് പോലീസുകാരൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയും, എടാ ഞാൻ ഈ കേസ് സോൾവ് ചെയ്ത് കേട്ടോ, ഈ കൊലയെല്ലാം ചെയ്ത് കൂട്ടിയത് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. പക്ഷെ അയാൾ ഇപ്പൊ അതൊന്നും കേൾക്കാനുള്ള മൂഡിലല്ല. അയാളുടെ ഭാര്യയും കൊണ്ട് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അയാൾ പറയും, കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കേട്ടോളാം, ഞാനിപ്പോ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അതുവരെ നീ ഒന്ന് ക്ഷമയായിട്ട് ഇരിക്കാൻ പറയും. ഇപ്പൊ സുനിതയുടെ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ, സുനിതയ്ക്ക് ആ വീട് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പുറമേ ഉള്ള വെറും ഒരാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല. വൃക്ഷങ്ങളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതി സ്നേഹിയായിട്ട് ഒരാൾക്ക് വേണം ആ വീട് വിൽക്കാൻ. അങ്ങനെ ഒരാളെ കണ്ടെത്തുകയും ചെയ്യും. അയാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് സുനിത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരൻ സുനിതയുടെ ഭർത്താവിനെ കൊന്നത് ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് സുനിതയുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവൻ പറയാണ്, എന്റെ പൊന്നു മോളെ, ഞാൻ പലതരത്തിലുള്ള പെണ്ണുങ്ങളെ കണ്ടുണ്ട്, എന്നാൽ നിന്നെ പോലെ ഒരുത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം നടത്തിയിട്ട് നീ ഒന്നും നടക്കാത്ത പോലെ ഇരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, സാർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ പറയും, ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞ് അയാളുടെ ഒരു തിയറി പറയുകയാണ്. അതായത് നടന്ന സംഭവങ്ങളെല്ലാം അയാളുടെ പെർസ്പെക്റ്റീവില് ഇവളുടെ അടുത്ത് പറയുന്നു. അതായത് കൊല നടക്കുന്നതിന്റെ തലേ ദിവസം സുനിതയുടെ അനീതിയുടെ ഫോണിൽ നിന്ന് സുനിതയുടെ ഭർത്താവിന്റെ ഫോൺ നമ്പറും സുനിതയുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് സുനിതയുടെ അനീതിയുടെ ഫോൺ നമ്പറും പരസ്പരം ബ്ലോക്ക് ചെയ്യും. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാതിരിക്കാൻ വേണ്ടി. അതിന്റെ പിറ്റേ ദിവസം സുനിതയുടെ ഭർത്താവ് പുറത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അയാൾ പോകും. സുനിതയുടെ അനീതിയും പോകാൻ തുടങ്ങുമ്പോൾ അവള് പിടിച്ചു നിർത്തി അവൾക്ക് ലഞ്ച് പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ആ ലഞ്ചിന്റെ അകത്തുള്ളത് അവൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. എന്നാൽ സുനിത അതിന്റെ അകത്ത് എന്തോ ഒരു ചെടിയുടെ പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളുടെ വയറ് ശരിയാകാതെ അവള് ലീവ് എടുത്ത് വീട്ടിൽ വന്നത്. ഈ സമയത്ത് അവളെ വീട്ടിൽ ഇരുത്തിയിട്ട് സുനിത ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവള് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോയ സുനിത മുഴുവൻ നേരവും ബർത്ത്ഡേ പാർട്ടിയിൽ ചെലവഴിക്കാതെ പാതി വെച്ച് ഇറങ്ങി തിരികെ വീട്ടിൽ വരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സുനിതയുടെ അനിയത്തി കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അതായത് സുനിത മരിച്ചു കിടക്കേണ്ട സ്ഥാനത്ത് ഇപ്പൊ സുനിതയുടെ അനിയത്തിയാണ് മരിച്ചു കിടക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് സുനിതയുടെ ഭർത്താവ് അങ്ങോട്ട് കയറി വരും. അയാൾ കയറി വന്ന് നോക്കുമ്പോൾ സുനിതയുടെ അനിയത്തി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അവന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് അവൻ കൊടുത്ത കൊട്ടേഷൻ അവന്റെ കാമുകിക്കാണല്ലോ കിട്ടിയതെന്ന് ഓർത്ത് അയാൾ അവിടെ കിടന്ന് കരയാണ്. അങ്ങനെ അയാൾ സങ്കടം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകും. എന്നാൽ ഇൻഹീലർ അവന്റെ കയ്യിൽ നിന്ന് സുനിത മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഹീലർ കിട്ടാത്തതുകൊണ്ട് അയാൾ ശ്വാസം മുട്ടി മരിക്കുന്നു. അതിനുശേഷം സുനിത ഇവർ രണ്ടുപേരുടെയും ഫോണിൽ നിന്ന് ആ ബ്ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടുപേരുടെയും നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും, ആ ബ്ലോക്ക് എടുത്ത് മാറ്റി അൺബ്ലോക്ക് ആക്കിയിട്ടാണ് അവൾ തിരികെ പാർട്ടിയിലേക്ക് പോകുന്നത്. കാരണം സുനിത അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള കാര്യം അവൾക്കറിയാമായിരുന്നു. പക്ഷെ ഇത്രയും കാര്യങ്ങളും അവൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും അവൾ എങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? ഈ പോലീസുകാരൻ എങ്ങനെയാണ് നോട്ട് ചെയ്തത്? അതെങ്ങനെയാണെന്ന് അറിയാമോ? അവളുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അവൾ ഉടുത്തിരുന്ന സാരിയിൽ ചെറിയ വ്യത്യാസം കാണും. അതായത് സുനിത വീട്ടിൽ വന്ന സമയത്ത് അവളുടെ അനിയത്തി മരിച്ചു കിടക്കുന്ന കണ്ടല്ലോ. അപ്പോൾ ആദ്യം വന്ന ആ ഷോക്കില്
ബോഡിയുടെ അടുത്ത് അവൾ ചെന്ന് കഴിയുമ്പോൾ അവളുടെ ദേഹത്ത് രക്തക്കറ പറ്റും. അതിനുശേഷമാണ് ഇവളെല്ലാം റിയലൈസ് ചെയ്യുന്നതും തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് മനസ്സിലാക്കുന്നതും. അതിനുശേഷമാണ് ഭർത്താവ് മരിക്കുന്നത്. ഇതിനിടയിൽ ഇവൾ ഈ വസ്ത്രമെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം അതേ കളറിലുള്ള വേറൊരു സാരി ഇവളുടെ കയ്യിലുണ്ടെന്നാണല്ലോ അന്ന് ആ സാരി ഗിഫ്റ്റ് കൊടുത്തപ്പോൾ പറഞ്ഞത്. ആ സാരി മാറി കൊടുത്തുകൊണ്ടാണ് പാർട്ടിക്ക് വീണ്ടും പോകുന്നത്. പോലീസുകാരെ നോക്കിക്കഴിയുമ്പോൾ പാർട്ടിയിലെടുത്ത ഫോട്ടോകളിൽ സുനിതയുടെ സാരികൾ വ്യത്യാസമുണ്ട്. കാണുമ്പോൾ എല്ലാവർക്കും ഒരേ സാരിയെന്ന് തോന്നുമെങ്കിലും ഒരേ കളറാണെങ്കിലും അതിന്റെ ബോർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് കണ്ടിട്ടാണ് പോലീസുകാരൻ ഇത് ചെയ്തത് ഇവളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. മാത്രമല്ല മുമ്പത്തെ സീനില് അവളുടെ അനീത്തി അവൾക്ക് ആ സാരി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഇതുപോലെ തന്നെ ഒരു സാരി കൂടി ഉണ്ടെന്ന്. ഇപ്പൊ പോലീസുകാരൻ അവളുടെ നേരെ തിരിഞ്ഞിട്ട് പറയും ഈ 2 കൊലയും നീയാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ട് നിനക്ക് വേറെ മാർഗമൊന്നുമില്ല. ഈ സ്ഥലവും വീടും എന്റെ പേരിൽ എഴുതി തരിക. അതിനുശേഷം നിനക്ക് എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം. ഈ 2 കൊലയ്ക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന് ഞാൻ തെളിയിച്ചോളാം. നേരെ മറിച്ച് നീ വേറെ എന്തെങ്കിലുമാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നീ ജയിലിലേക്ക് തന്നെ പോകും. ജയിലിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാലോ എന്നും പറഞ്ഞ് അവളെ പേടിപ്പിച്ച് ഒരു 4 ദിവസം സമയവും കൊടുത്തിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. കള്ളി വെളിച്ചത്തായതോടെ സുനിതയ്ക്കും വേറെ മാർഗമൊന്നുമില്ലാതെ തന്റെ വീടും സ്വത്തും എല്ലാം ആ പോലീസുകാരന്റെ പേരിലേക്ക് മാറ്റാനുള്ള പേപ്പർ വർക്ക് എല്ലാം അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റൗഡീനെ കാണാൻ വേണ്ടി പോലീസുകാരൻ ചെല്ലും. അവൻ ചെന്നിട്ട് പറയും നമ്മൾ തമ്മിലൊരു ഡീലിംഗ് ഉണ്ടായിരുന്നു, 30 ലക്ഷം രൂപ. അതായത് ആ സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുവാണെങ്കിൽ എനിക്ക് 30 ലക്ഷം രൂപ തരാം എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഡീലിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് 4 കോടി രൂപ വേണം. കാരണം സുനിത ഇപ്പോ ആ പ്രോപ്പർട്ടി മുഴുവൻ എന്റെ പേരിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഞാൻ NOC തന്നാൽ മാത്രമാണ് അത് നിങ്ങളുടെ പേരിലേക്ക് മാറത്തുള്ളൂ. അതുകൊണ്ട് ഈ ഡീല് സമ്മതിക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് കൂട്ടു നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവസാനം വരെ ആ സ്വത്ത് എന്റെ പേരിൽ കിടക്കും എന്ന് ഈ പോലീസുകാരൻ പറയും. റൗഡി പറയും ആ സ്വത്തിന് എത്ര വാല്യൂ ഉണ്ടെന്ന് ഓർത്തോണ്ടാ നീ ഇരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും അത് ഞാൻ അന്വേഷിച്ചു, അതെനിക്കറിയാം. ആ പ്രോപ്പർട്ടി ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ 8 കോടി മുതൽ 10 കോടി വരെ ഇപ്പോഴതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വെറും 4 കോടിയേ ചോദിക്കുന്നുള്ളൂ. അത് മര്യാദയ്ക്ക് എനിക്ക് തരുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലിരിക്കും എന്ന് പറയും. റൗഡി അവസാനം അതിന് സമ്മതിക്കുകയും ചെയ്യും. ഇപ്പൊ സുനിത ആ പ്രോപ്പർട്ടി എല്ലാം ഈ പോലീസുകാരന്റെ പേരിൽ മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റ് എല്ലാം അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതോടൊപ്പം ഒരു കപ്പ് കോഫി അവന് വെച്ച് നീട്ടുന്നു. എന്നിട്ട് അത് കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ അവൻ പറയും പൊന്നു മോളെ നീ അവസാനം എന്നെയും കൂടെ കൊടുക്കാൻ വേണ്ടി നോക്കുകയാണോ? ഇതിലൊക്കെ വല്ലതും കലക്കിയിട്ടുണ്ടോന്ന് ആർക്കറിയാം. അതുകൊണ്ട് കോഫി ഒന്നും വേണ്ടാന്ന് പറയും. അതിനുശേഷം സുനിതയുടെ കയ്യിൽ നിന്ന് ആ ഡോക്യുമെന്റ് എല്ലാം വാങ്ങിച്ച് അയാൾ വായിച്ചു നോക്കുകയാണ്. അങ്ങനെ ഓരോ പേജ് മറിക്കുമ്പോഴും അയാൾ തുപ്പല് തൊട്ടാണ് ഓരോ താളുകളും മറിക്കുന്നത്. ഇതിനിടയിൽ അയാൾ ചോദിക്കും അതൊക്കെ ശരി, നീ അയാളെ ശരിക്കും എങ്ങനെയാണ് കൊന്നത്? കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് അവന്റെ ദേഹത്ത് കത്തിക്കുത്തുകളും മറ്റു മുറിവുകളും ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഇൻഹീലർ മാറ്റിയാണ് അയാളെ കൊന്നതെങ്കിൽ പിന്നെ ഈ പരിക്കുകളെല്ലാം അയാളുടെ ദേഹത്ത് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ സുനിതയോട് ചോദിക്കുമ്പോൾ സുനിത ഒന്നും മിണ്ടാതെ ആ കോഫി ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ഈ പോലീസുകാരന്റെ നാക്ക് കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? ഇവിടെയാണ് ട്വിസ്റ്റ്. അതായത് സുനിത ഇയാൾ വന്ന സമയത്ത്, അതായത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും സൈൻ ചെയ്യാനും ഒക്കെ വന്ന സമയത്ത് താളുകൾ തുപ്പല് തൊട്ട് മരിക്കുന്ന കാര്യം ഇവൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ആ വൃദ്ധൻ തന്ന ആ ചെടിയിലെ പൂക്കള് വിഷമുള്ളതായിരുന്നു. ആ പൂക്കൾ അരച്ച് ചാറാക്കി അത് ഈ ഡോക്യുമെന്റിലെല്ലാം അവൾ പുരട്ടിയിരുന്നു. ഇതറിയാതെ വന്ന പോലീസുകാരൻ തുപ്പല് തൊട്ട് ഇത് മറിക്കണ സമയത്ത് ആ കൈവിരലിലൂടെ ആ വിഷം അയാളുടെ നാക്കിലാവുകയും അയാളുടെ നാക്ക് കുഴഞ്ഞ് അയാൾക്ക് പക്ഷപാതം പിടിക്കുകയും ചെയ്തു. ഈ ഐഡിയ എല്ലാം കൊടുത്തത് വേറെ ആരുമല്ല, ആ വൃദ്ധനാണ്. അങ്ങനെ അയാളും അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് സുനിതേനെയും കൂട്ടി പോകാൻ തുടങ്ങുവാണ്. അവൾ ഓൾറെഡി ആ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റിരുന്നു. അതും ഒരുപാട് വിലയ്ക്കുമല്ല. 10 കോടി രൂപ മതിപ്പുള്ള ആ സ്ഥലം വെറും 64 ലക്ഷം രൂപയ്ക്കാണ് ആ പ്രകൃതി സ്നേഹിയായ മനുഷ്യന് സുനിത വിറ്റത്. എന്നിട്ട് അവൾ പോകുന്നതിന്റെ മുമ്പ് ഈ പോലീസുകാരന് വേണ്ടി എഴുതിയ ആ ഡോക്യുമെന്റ് എല്ലാം കത്തിച്ചു കളയുകയാണ്. കൂടെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പോകാൻ നേരത്തെ വൃദ്ധൻ പറയും നിനക്ക് എന്ത് ആവശ്യം വന്നാലും എവിടെയാണെങ്കിലും നീ എന്നെ വിളിക്കണം, ഞാൻ എത്ര ദൂരത്താണെങ്കിലും നിന്റെ അടുത്ത് വരും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്നു. അങ്ങനെ 65 ലക്ഷം രൂപ കൊണ്ട് അവൾ ട്രെയിൻ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതേ സമയത്ത് ആ പോലീസുകാരൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ആ വൃദ്ധൻ അയാളെ ഇടിച്ച് ഒരു ചാക്കിനകത്ത് കയറ്റി ഒരു വലിയ പാലത്തിന്റെ താഴത്തേക്കിട്ട് ആ ചാക്ക് കെട്ട് വെള്ളത്തിൽ ഒഴുക്കിവിടും. ഇപ്പൊ പ്രസന്റിലുള്ള ആളുകൾക്ക്, അതായത് ഇവള് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അവർക്ക് ഈ സുനിത എങ്ങനെയാണ് ഭർത്താവിനെ കൊന്നതെന്ന് മാത്രം അറിയത്തില്ല. കാരണം നമ്മളിപ്പോ കേട്ട കഥ ഈ പോലീസുകാരന്റെ പെർസ്പെക്റ്റീവിലുള്ള കഥയാണ്. എന്നാൽ എങ്ങനെയാണ് സുനിത അയാളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ കവിത ആ കാര്യവും ഇവരുടെ അടുത്ത് പറയുന്നു. അതായത് ഇൻഹീലർ കിട്ടാതെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ അവളുടെ കോപം അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അവളെ വഞ്ചിച്ച അയാളെ കൊല്ലാനുള്ള ദേഷ്യം അവൾക്കുണ്ടായിരുന്നു. അവൾ ഒരു കത്തിയെടുത്ത് അയാളുടെ നെഞ്ചി കുത്തിയിറക്കും. അങ്ങനെയാണ് അവളുടെ സാരിയിലും മുഖത്തെല്ലാം രക്തം തെറിക്കുന്നത്. ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിലും വലിയ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്നുള്ളൂ. അതായത് സുനിത പോലീസുകാരന്റെ പണി കൊടുത്ത് ആ 65 ലക്ഷം
ലക്ഷം രൂപയും കൊണ്ട് ട്രെയിൻ കയറി എവിടേക്കെങ്കിലും പോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പോഴുള്ള ഭർത്താവ് ആ ട്രെയിനിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും കണ്ട് ഇഷ്ടപ്പെട്ട് പഴകി ആണ് ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കവിത പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. സുനിത എന്ന് പറയുന്നത് കവിത തന്നെയാണ്. അവളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പേര് മാറ്റിയിട്ടാണ് അവൾ ആ നാട്ടിൽ വന്ന് താമസിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അവളുടെ ഭർത്താവിനും ആകെ പേടി തോന്നുന്നു. പാർട്ടിയെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പോയി കഴിഞ്ഞ് അവളുടെ അടുത്ത് വന്ന് ചോദിക്കും, എടി നീ അന്ന് വന്ന സമയത്ത് ഒരു 65 ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇപ്പൊ നീ പറഞ്ഞ കഥയിലും അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ശരിക്കും നീ തന്നെയാണോ സുനിത എന്ന് ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് വാതിൽ തട്ടുന്ന സൗണ്ട് കേൾക്കാം. അവള് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ മറ്റൊരു പൂച്ചെടിയുമായി ആ വൃദ്ധൻ അവിടെ നിൽക്കുകയാണ്. അതായത് ഇപ്പോഴുള്ള ഭർത്താവും അവളെ ചതിച്ചോണ്ടിരിക്കുകയാണല്ലോ. ആ പ്രശ്നം മനസ്സിലാക്കിയിട്ടാവണം ആ വൃദ്ധൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ ഒരു ട്വിസ്റ്റും കാണിച്ച് ആ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ അവസാന സീനുകളിൽ വീണ്ടും ആ പോലീസുകാരനെ കാണിക്കുന്നുണ്ട്. അയാൾ ചത്തിട്ടില്ല. അയാളുടെ കൂട്ടുകാരൻ വന്നിട്ട് അവനോട് പറയും, നീ കുറച്ച് ബെറ്ററായി വരുന്നു എന്നുള്ള കാര്യം ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. നീ ഹാപ്പി ആയിട്ടിരിക്കുക, അധികം താമസിക്കാതെ തന്നെ നീ പഴയ അവസ്ഥയിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. എന്നാൽ അവൻ വളരെ കഷ്ടപ്പെട്ട് ആ പേപ്പറിൽ യെസ് എന്ന് എഴുതുന്നുണ്ട്. ഇതാ പോലീസുകാരൻ കൂട്ടുകാരനെ കാണിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോവുകയാണ്. ഈ കഥയിൽ എനിക്ക് പറയാനുള്ള കാര്യം, സുനിത ശരിക്കും ഒരു ക്രൂരയൊന്നുമല്ല. അവള് വളരെ സ്നേഹമുള്ളവൾ തന്നെയാണ്. തന്റെ ഭർത്താവിനെ മറ്റാരേക്കാളും വളരെയധികം സ്നേഹിക്കുന്നവള്, അയാൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൾ. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ അവൻ ഇവിടെ ചതിക്കുക മാത്രമല്ല അവളെ കൊല്ലാനും നോക്കി. അതുകൊണ്ടാണ് ആ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവളുടെ കൺട്രോൾ വിട്ട് അയാളുടെ നെഞ്ചിൽ അവൾ കത്തിയിറക്കി കൊല്ലുന്നത്. നമുക്കും അങ്ങനെ തന്നെയല്ലേ? ജീവന തുല്യം സ്നേഹിച്ച ആരെങ്കിലും നമ്മളെ ചതിച്ചു എന്നറിഞ്ഞാൽ നമുക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം വരും. പിന്നെ പോലീസുകാരന്റെ കാര്യം, അവൻ ഭർത്താവ് പോയി കഴിഞ്ഞ് ഇവളുടെ അടുത്ത് വന്ന് ആ സ്ഥലം അയാളുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടി ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അവിടെ നിന്നും ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പോലീസുകാരന് വേണ്ടിയിട്ടും അവൾ ഒരു പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോ നിലവിലുള്ള ഭർത്താവും അവളെ ചതിച്ചിരിക്കുകയാണ്. അവന് വേണ്ടി പുതിയൊരു പായസം ഉണ്ടാക്കാൻ വേണ്ടി ആ പൂച്ചട്ടിയിലുള്ള പൂവെല്ലാം പറിച്ചെടുത്ത് അവൾ പോകുന്നതോടെ ആ കഥയും അവസാനിക്കും. ഇതിലിനിയിപ്പോ അവളുടെ ഭർത്താവിനൊന്നും സംഭവിക്കുമെന്നും നമുക്കറിയത്തില്ല. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും കെട്ടിയിട്ടുള്ളവരാണെങ്കിൽ ആരൊക്കെ ഈ കഥ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ പാർട്ട്ണറിന് ഇതുപോലുള്ള കഷായവും പായസവും ഒന്നും അരച്ചു കൊടുക്കാതിരിക്കുക. എല്ലാവരും മനുഷ്യരല്ലേ, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. ക്ഷമിച്ച് പുറത്ത് വീണ്ടും ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ഇനി അതിന് മടിയാണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുക. എന്നിട്ട് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുക. നമുക്ക് ആരെയും കൊല്ലാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇല്ല. പക്ഷെ നമുക്ക് ദേഷ്യം വരും. ചതിക്കപ്പെടുമ്പോൾ ഒരാളെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ നമുക്ക് വരും. പക്ഷെ അത് പതിയെ റിയാലിറ്റി മനസ്സിലാക്കി ആ ദേഷ്യമൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ പോകുന്നു. നന്ദി, നമസ്കാരം.